നിയമം കൈവിട്ടാൽ രാജീവിനെ കാത്തിരിക്കുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. ആ നേമത്ത് കടുത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ ആവർത്തിച്ചു പറയുന്നത്. ഇന്ന് i2 ന്യൂസ് പരിശോധിക്കുന്നത് നേമത്ത് യഥാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരമാണോ നടക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ നേമത്തെ ഇത്രത്തോളം പ്രാധാന്യം വരുവാൻ ഒരു കാരണമെന്താണ്? പ്രധാനമായിട്ടുള്ളൊരു കാരണം, ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് നേമം. കേരളത്തിൻ്റെ ഏക പ്രതീക്ഷയും BJPയുടെ ഈ നേമം മണ്ഡലമാണ്. മാത്രമല്ല, ഇത്തവണ നേമത്ത് മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ കൂടിയാണ്. അദ്ദേഹമാണെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജയവും പരാജയവും ദേശീയ നേതൃത്വം തന്നെ എത്തരത്തിൽ ഉൾക്കൊള്ളും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേമത്തെ 23 തദ്ദേശ വാർഡുകളിൽ 17 വാർഡുകളിലും BJPയാണ് നിലവിൽ വിജയിച്ചിരിക്കുന്നത്. മാത്രമല്ല, BJPക്ക് ഇപ്പോൾ അവിടെ നിലവിൽ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. രാജീവിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ബേസിക്കലി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു വ്യവസായിയാണ്, ബിസിനസ് മാനാണ്, വിജയിച്ച ഒരു വ്യവസായിയാണ് അദ്ദേഹം. അതേത് തരത്തിലുള്ളതാണ് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആത്യന്തികമായി അദ്ദേഹം വിജയിച്ച ഒരു വ്യവസായിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വോട്ട് ഷെയർ ഉണ്ടായത് എങ്ങനെയാണ് നമുക്ക് അറിയാവുന്നതാണ്. അവസാനം വരെ മുൾമുനയിൽ കോൺഗ്രസിനെ നിർത്തിയ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ രാജീവിന് വലിയ തോതിൽ കഴിഞ്ഞ തവണ ലോക്സഭ നേടാൻ സാധിച്ചിട്ടുണ്ട്, സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ട്. നേമം തിരുവനന്തപുരത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ രാജീവ് ചന്ദ്രശേഖരന് ഇത്തരത്തിലുള്ള നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ സ്വരൂപിക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അനുകൂലമായൊരു ഘടകം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 23 വാർഡുകളിൽ 17 വാർഡുകളും BJPയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ അരാഷ്ട്രീയവാദം ഉന്നയിക്കുന്ന പലരും അല്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യേണ്ട പലരും ഇത്തവണ ഈ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്ത രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിനുമൊക്കെ അദ്ദേഹം ഒരു പരിധിവരെ സ്വീകാര്യനാണ്. കാരണം രാഷ്ട്രീയക്കാരോട് പരമ്പരാഗതമായി പുച്ഛം നിലനിർത്തി വരുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും എല്ലായിടത്തുമുണ്ട്. അവരെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ഒരു ബ്യൂറോക്രാറ്റാണ്, ഒരു ലീഡറാണ്, ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ശേഷിയുള്ള ഒരു വ്യവസായിയാണ് എന്ന നിലയിൽ അവർ രാജീവിനെ കാണുന്നു. അദ്ദേഹത്തിന് വിവിധ ഭാഷകളിൽ അദ്ദേഹത്തിന് പരിചയമുണ്ട്. ലോകത്ത് നേതാക്കളോട് ഇടപെടാൻ ശശി തരൂരിനെ പോലെ തന്നെ ക്വാളിറ്റിയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ BJPയെ സംബന്ധിച്ച് അത് വലിയ നേട്ടമാണ്. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായും 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇത്തവണ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിരിക്കും. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMന് എവിടെയൊക്കെയോ ഒരു ആത്മവിശ്വാസക്കുറവ് നേമത്തിനുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കരുത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് കോൺഗ്രസിനും വെല്ലുവിളിയാണ്, അതേപോലെ തന്നെ CPMനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പിന്നെ അദ്ദേഹത്തിന് പറയാൻ കഴിയാത്തൊരു കാര്യം, പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയാത്തൊരു കാര്യം, മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണ്. മണ്ഡലത്തിൽ നല്ല റോഡ് വന്നിട്ടുണ്ട്, നല്ല സ്കൂളുകൾ വന്നിട്ടുണ്ട്, വിസിബിളായിട്ടുള്ള നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേമം മണ്ഡലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എടുത്തു പറയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്
പരശുരാമ ക്ഷേത്രത്തിലെ കുളത്തിൽ മാലിന്യമുണ്ട് എന്നൊക്കെയുള്ള വിഷയമാണ്. അതൊക്കെ 2 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വിഷയമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിസന്ധി. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, അദ്ദേഹം പരമ്പരാഗതമായ രാഷ്ട്രീയക്കാരനല്ല. ഒ രാജഗോപാൽ, അദ്ദേഹം ജനസംഘത്തിൽ നിന്ന് വന്നാണ് ഒ രാജഗോപാൽ. അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുള്ള പാർട്ടി അണികളുമായുള്ള ബന്ധമുണ്ട്. അദ്ദേഹം പിന്നെ ഉണ്ടാക്കിയെടുത്തതുപോലെയുള്ള ഒരു ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്വരൂപിക്കാൻ കഴിയുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അരാഷ്ട്രീയമായ വോട്ടുകൾ, അപ്പർ മിഡിൽ ക്ലാസിൻ്റെ വോട്ടുകളൊക്കെ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി പിന്നെ സ്വീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ധ്രുവീകരിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശിവൻകുട്ടിയുടെ സാധ്യത എത്രത്തോളം. അദ്ദേഹം ഒരു കുറേ അധികം മോശം ഇമേജ് ഉണ്ടാക്കിയ ആളാണ്. നിയമസഭ തല്ലിപ്പൊളിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. ആ വിഷ്വൽസൊക്കെ നമ്മളിപ്പോഴും റിപ്പീറ്റഡ് ആണ് ആ വിഷ്വൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആൾ പെട്ടെന്ന് മന്ത്രിയാകുന്നു. അവിടെയും ജനത്തിന് സംശയം. പിന്നെ അദ്ദേഹത്തെ ജയിപ്പിച്ചു, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അദ്ദേഹത്തെ ജയിപ്പിച്ചു, നെഗറ്റീവ് ഇമേജ് ഉണ്ടായിട്ടും അദ്ദേഹം ജയിച്ചു വന്നു. മാത്രമല്ല അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി. അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം ഈ ഒരു വകുപ്പിന് പറ്റിയ ആളാണോ എന്നുള്ള സംശയവും ജനത്തിനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ അദ്ദേഹം തിരുത്തിയതാണ്. നമ്മുടെ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ അദ്ദേഹം മാറ്റിയെടുത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ വിജയം, അല്ലെങ്കിൽ അദ്ദേഹം 2016 അവിടെ പരാജയപ്പെട്ടതാണ്, ഓരോ രാജഗോപാലായിട്ട് പരാജയപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഇനി വിജയം ആവർത്തിക്കാൻ ഏതെല്ലാം ഘടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉള്ളത്? ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാം, LDFനെ സംബന്ധിച്ചിടത്തോളം നേമത്ത് അവർക്ക് നിർത്തുവാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ശിവൻകുട്ടി. ഓപ്ഷൻ ഇല്ല അവിടെ. അതെ, വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം 2011 2021 താൻ വിജയിച്ച് കയറിയ മണ്ഡലം തന്നെ കൈവിടാത്ത, ഇത്രയും 2011 നിയമം രൂപീകരിക്കുന്ന ആ സമയത്ത് തന്നെ കൈവിടാത്ത മണ്ഡലമെന്നും, വീണ്ടും 2016 ഒരു പാളിച്ച ഉണ്ടായെങ്കിലും വീണ്ടും 2021 ആ പാളിച്ച എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിട്ടുള്ള സുരേന്ദ്രൻപിള്ളയാണ്. അതെ. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ പോലും തന്നെ ചേർത്ത് നിർത്തിയ നേമംകാർ ഇത്തവണയും തന്നെ കൈവിടത്തില്ല. കാരണം കഴിഞ്ഞ 5 കൊല്ലക്കാലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ വികസനം, ഇപ്പോൾ ഹരി തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അന്നേരം അതുകൊണ്ട് തന്നെ വികസനം എന്ന ആ ഡ്രം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനങ്ങളെ അഭിമുഖീകരിക്കാം. അദ്ദേഹത്തെ ട്രോൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് പല നാക്കുപിഴകൾ സംഭവിച്ചേക്കുന്നത് ആഘോഷമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ കോമാളിയാക്കി ചിത്രീകരിച്ചു. എങ്കിലും ഹാർഡ് വർക്കിലൂടെ, മാത്രമല്ല അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതലേ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അതെ, അണ്ണൻ എന്ന് പേരെടുത്ത്, അതെ, ശിവൻകുട്ടി അണ്ണൻ എന്ന് വിളിച്ച് ആർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള, അതായത് ആ ഒരു ജാടയൊന്നുമില്ലാതെ തന്നെ ഏത് തരം ആളുകളോടൊപ്പം വളരെ അവൈലബിൾ ആണ്. അന്നേരം ഒരു സുപ്രഭാതത്തിൽ കെട്ടിയിറക്കുകയോ മുന്നണികൾ മാറി മറിഞ്ഞു വരികയോ ഒന്നുമല്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തലസ്ഥാന നഗരിയിലെ ശക്തനായ ഒരു പോരാളിയായി, ഒരു ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു. യുവനേതാക്കന്മാരിൽ ഒരു മുൻനിരയിൽ നമുക്ക് നിർത്താൻ സാധിക്കുന്ന, അദ്ദേഹത്തിന് ആകെയുള്ള ഒരു നെഗറ്റീവ് ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ അദ്ദേഹം മുണ്ടും മടക്കി കുത്തിയ കാണിച്ച അഭ്യാസമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇമേജിന് കോട്ടം തട്ടി. അതിന് അദ്ദേഹത്തിന് 2016 അതിനുള്ള ശിക്ഷ ജനങ്ങൾ കൊടുത്തു. പക്ഷേ അദ്ദേഹം അതിനെ കറക്റ്റ് ചെയ്ത് വളരെ നന്നായി, അദ്ദേഹത്തിന്റെ ഒരു അനാരോഗ്യ കണ്ടീഷനിൽ പോലും അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു. എന്നിട്ട് എന്തുകൊണ്ടും LDFനെ സംബന്ധിച്ചോളം ഒരു മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്കറിയാം, ശിവൻകുട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ കടുത്ത അനാരോഗ്യം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈവിറയ്ക്കുന്നത് കണ്ട് പലപ്പോഴും ഇദ്ദേഹം മദ്യപിച്ചിട്ടാണെന്ന് പല കമന്റുകളും ട്രോളുകളും കണ്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ വളരെ സിവിയർ ആയിട്ടുള്ള ആരോഗ്യം. അതെ, അന്നേരം അദ്ദേഹത്തിന്റെ അനാരോഗ്യം എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശങ്ക ഉളവാക്കുന്ന. മാത്രമല്ല സമയം അദ്ദേഹത്തിന് ഓടിയെത്തി പിന്നെ വോട്ടർമാരെ സമീപിക്കാൻ കഴിയുന്നില്ല. അതെ, അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി ആസ് എ കാൻഡിഡേറ്റ് നമ്മൾ എല്ലാ ആസ്പെക്ട്സും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഒരു വെല്ലുവിളിയാണ്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലമായുള്ള ഈ ഇടത് ഭരണത്തോടുള്ള ഒരു കടുത്ത ആന്റി ഇൻകംബൻസി ഫാക്ടർ,
അന്നേരം ആ ഒരു ഭരണകൂട വിരുദ്ധ വികാരം തീർച്ചയായും അത് നിയമത്തും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അന്നേരം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി തീരും. എങ്കിലും ഹരി ചോദിച്ചതുപോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ നിർത്തുവാൻ നിലവിലെ സാഹചര്യത്തിൽ ഒരു നല്ല പകരക്കാരനില്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെ ഈ മത്സരം യഥാർത്ഥത്തിൽ ശിവൻകുട്ടിയും ചന്ദ്രശേഖരും തമ്മിലാണ്. അവിടെ ഒരു ത്രികോണ മത്സരം ഇല്ല എന്ന ഒരു അങ്ങനെ സുനിൽ പറയുമ്പോഴും ഈ ശബരിനാഥിന്റെ ഒരു സാധ്യത അദ്ദേഹം സ്വന്തമായി ഈ പറയുന്നത് പോലെ പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടിയോ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടിയോ ഒക്കെ തല്ലുകൊണ്ടും പോസ്റ്റ് ഒട്ടിച്ച് വളർന്ന ഒരാളല്ല. മറിച്ച് ജി കാർത്തികേയന്റെ മകൻ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്വീകാര്യത നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം അരുവിക്കരയിൽ നിന്ന് ജയിച്ചതും അത്തരത്തിലാണ്. അച്ഛനോടുള്ള ബന്ധം അദ്ദേഹത്തിന് വോട്ടാക്കി പരമ്പരാഗതമായിട്ടുള്ള കോൺഗ്രസ് വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം കൗൺസിലറായതും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പഴയ കോൺഗ്രസ്സുകാരുടെയും അതേപോലെ തന്നെ പുതിയ ജനറേഷൻ ജെൻസി വോട്ടുകൾ അദ്ദേഹത്തിന് സ്വരൂപിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എത്രത്തോളം ഈ ഒരു പ്രതീക്ഷ നേമത്ത് പിന്നെ ശബരിനാഥിന് അനുകൂലമായി മാറും? ഇപ്പം ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയലേശമന്യേ പറയാം, ഒരു നേർച്ചക്കോഴിയാക്കി UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു നേർച്ചക്കോഴിയാക്കി നിർത്തിയ ഒരു കാൻഡിഡേറ്റ് എന്ന് നമുക്ക്. പക്ഷെ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് മാറി അവിടെ വന്നിരുന്നെങ്കിൽ ഒരു വലിയൊരു പാർട്ടി പോര് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 2 തവണത്തെ മത്സരം ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2016 UDF-നെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷിക്ക് കൊടുത്ത ഒരു മണ്ഡലമാണ് നിയമം. അന്ന് വി സുരേന്ദ്രൻ പിള്ളയ്ക്ക് അന്ന് നേടാനായത് ഏറ്റവും ദയനീയമായ നാണംകെട്ട പരാജയം. അതായത് UDF-ന്റെ സകല വോട്ടുകളും മറിച്ച് കൊടുത്ത് BJP-യെ ജയിപ്പിച്ചു എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിൽ 9.70%, 10% താഴെ വോട്ടുകൾ മാത്രമേ, ഒരു ഏറ്റവും ചരിത്രപരമായ നാണംകെട്ട തോൽവിയാണ് അന്നുണ്ടായത്. അതിനുശേഷം ഇവർ ഒരു തീരുമാനമെടുത്തു, ഘടകകക്ഷികൾക്ക് ഏതായാലും നിയമം കൊടുക്കുന്നില്ല, സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താം എന്ന് പറഞ്ഞാണ് കെ മുരളീധരനെ കൊണ്ട് അവിടെ കൊട്ടിഘോഷിച്ച് നിർത്തിയത്. പക്ഷേ കെ മുരളീധരന് പോലും അന്ന് നേടുവാനായത് വെറും 25% വോട്ടുകൾ മാത്രമേ അവർക്ക് നേടുവാൻ ആയുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കരുത്തനായ അല്ലെങ്കിൽ നിയമത്ത് പരീക്ഷിക്കാൻ പറ്റാവുന്ന നായർ ഭൂരിപക്ഷം വോട്ടുകൾ ഉള്ള ഒരു നായരെ തന്നെ കൊണ്ട് നിർത്തിയാൽ പരമാവധി വോട്ടുകൾ നേടാമെന്ന് കരുതി അവർ നിർത്തിയപ്പോൾ പോലും വെറും 25% മാത്രമേ നേടാനായുള്ളൂ. അന്നേരം ഈ സാഹചര്യത്തിൽ ഇതാണ് കണക്കുകൾ എന്ന് ഇരിക്കെ വേറൊരു ചരിത്രം കൂടെ ഉണ്ട്. അവിടെ കെ മുരളീധരൻ വിജയിച്ചിട്ടുണ്ട്, ശക്തൻ 2 തവണ വിജയിച്ചിട്ടുണ്ട്. അന്നേരം നല്ല കാൻഡിഡേറ്റ്, വ്യക്തിപ്രഭാവമുള്ള കാൻഡിഡേറ്റുകളെ അവിടെ നിർത്തിയാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു മണ്ണാണ് നിയമം. അന്നേരം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ മിടുമിടുക്കനായ കോമ്പിറ്റന്റ് ആയ ഒരു കാൻഡിഡേറ്റിനെ അവിടെ സീനിയർ ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഒത്തുവരുന്ന ഒരാളെ ശ്രദ്ധിക്കുന്ന കാര്യം, പഴയതുപോലെ കോൺഗ്രസിൽ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ ഉള്ള ഒരു ഘട്ടം കൂടിയാണ്. അതെ, ഗ്രൂപ്പുകളൊന്നുമില്ല. അന്നേരം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിയമത്ത് ജാഗ്രത അവർക്ക് ഉണ്ടായില്ല. കൃത്യമായി തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നേർച്ചക്കോഴിയാക്കി ഇദ്ദേഹത്തെ ഇട്ടുകൊടുത്തു. അന്നേരം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള യഥാർത്ഥ ഫൈറ്റ് എന്ന് പറയുന്നത് LDF-ഉം BJP-യും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത് പറയാം. അതുപോലെ തന്നെ ശബരിനാഥന്റെ നമുക്കൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാരി സൂചിപ്പിച്ചതുപോലെ കാർത്തികേയന്റെ മകൻ എന്ന ഒരു ഇമേജിൽ അദ്ദേഹം അരുവിക്കരയിൽ നിന്നും ഒരു ആശ്രിത നിയമനം, അതെ, ആ ഒരു ആശ്രിത നിയമനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിൽ ആ കാർത്തികനോടുള്ള പ്രത്യേക സ്നേഹവായ്പിന്റെ പേരിൽ അദ്ദേഹം വിജയിച്ചു. ഇപ്പോഴും ആ ഒരു കാർത്തികേയന്റെ മകൻ എന്ന ഒരു ഐഡന്റിറ്റിയിലപ്പുറം ഒരു ശബരിനാഥ് ബ്രാൻഡ് എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം ഒരു ലീഡർഷിപ്പ്, ഒരു വൈബ്രന്റ് ലീഡർ, അതായത് നമുക്ക് ഷാഫിയെ കാണുന്നത് പോലെ അങ്ങനെയുള്ള ഒരു വൈബ്രന്റ് ലീഡർ. ഓരോ ലീഡർഷിപ്പിന് ഓർത്തരും ആകും. പക്ഷെ അദ്ദേഹം വളരെ സൗമ്യനാണ്, വളരെ പക്വതയോടുകൂടി സംസാരിക്കും, വളരെ മാന്യനാണ്, യാതൊരു വിവാദത്തിലും ചെന്ന് പെടുന്നില്ല. ഒക്കെ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു കരിഷ്മാറ്റിക് ലീഡർഷിപ്പ് ഒന്നോ അല്ലെങ്കിൽ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അനുകൂല ഘടകം എന്ന് പറയുന്നത് കേരളത്തിലൊന്നും ബാക്കി 139 മണ്ഡലങ്ങളിലും ആ മണ്ഡലത്തിൽ ഒരു സീറ്റ് തരപ്പെടുത്തുവാൻ വേണ്ടി 4, 5, 6 പേരെങ്കിലും ക്ലെയിം ഉന്നയിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. എന്നാൽ നേമത്ത് ഒരൊറ്റയാളെ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അന്നേരം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പാരപണിയിലും കുതികാലുവെട്ടും ഒന്നും ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ആശാവഹമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ. തീർച്ചയായിട്ടും. അതുപോലെ
നമുക്ക് ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായൊരു പ്രഖ്യാപനം നടത്തി, ഇത്തവണ ഞങ്ങൾ നേമത്ത് ശിവൻകുട്ടിക്കാണ് ഞങ്ങളുടെ സപ്പോർട്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അന്നേരം ഈ ഒരു പരസ്യ പ്രഖ്യാപനം എത്രത്തോളം ശിവൻകുട്ടിക്ക് ഗുണം ചെയ്യും, ദോഷം ചെയ്യും? SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് പറഞ്ഞ ഇത്തവണ ഞങ്ങൾ LDFനെ പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം. നേമം നിയോജക മണ്ഡലത്തിൽ 10,000 വോട്ടുകൾ തങ്ങൾക്കുണ്ട് എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കാണ്, നമുക്കതിന് വ്യക്തതയില്ല. അതെ, പക്ഷെ ശ്രദ്ധിച്ചാൽ അവിടെ 60% ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലമാണ്. ആ 60% തന്നെ ഭൂരിപക്ഷം നായർ സമുദായത്തിൽപ്പെട്ട വോട്ടുകളാണ്. ഇവിടെ അദ്ദേഹം അത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. MA ബേബി പറഞ്ഞത്, ഒരാൾ ഞങ്ങൾക്ക് വോട്ട് തരുമ്പോൾ ഈ ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ വോട്ട് തരാം എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയല്ല ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ പറഞ്ഞു. അതെ 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 ഈ CPIഎമ്മിനെ സംബന്ധിച്ചറിയാമല്ലോ, ഒരു ലീഡർഷിപ്പ് പറയുന്നത് തന്നെയാണ് താഴേക്ക് വരുന്നത്. ശിവൻകുട്ടി MA ബേബി പറഞ്ഞത് ആവർത്തിക്കുക മാത്രം ചെയ്തത്. ഒരാൾ വോട്ട് തരാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ, ജനാധിപത്യമാണ്, തെരഞ്ഞെടുപ്പാണ്, അവർക്ക് വോട്ട് തരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവിടെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം CPM കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിമർശനം. അതുകൊണ്ട് തന്നെ ഈ SDPIയുടെ ഈ 10,000 CPA ലത്തീഫ് പറയുന്ന ഈ 10,000 വോട്ടുകളിൽ സംഘടിതമായി അത്തരം വോട്ട് ബാങ്ക് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക CPMന് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ BJP നേതൃത്വം മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അദ്ദേഹം ജയിച്ചാൽ വീണ്ടും പൂട്ടിച്ച അക്കൗണ്ട് തുറന്നു. തോറ്റു കഴിഞ്ഞാൽ എന്താണ് രാജീവിൻ്റെ രാഷ്ട്രീയ ഭാവി? രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. അതായത് അവരുടെ ഈ കേരള രാഷ്ട്രീയ ചരിത്രം എടുത്താൽ അനുകൂലമായ ഒരു സാഹചര്യമാണ് അവർക്ക് ഇത്തവണ നിലവിലുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ചൂസ് ചെയ്ത ഒരു മണ്ഡലവും വളരെ സേഫായിട്ടുള്ള, ഇപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ഇവർക്കൊരു സാധ്യത എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണ് ഒരു ഷുവർ സീറ്റ്. കാരണം ഓൾറെഡി അവരത് എക്സ്പീരിയൻസ്, കേരള ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു അക്കൗണ്ട് തുറന്ന മണ്ണാണ്. അതുപോലെ രണ്ടാം തവണ കുമ്മനം നിന്നപ്പോഴും ഏതാണ്ട് 2ാം സ്ഥാനത്ത് വന്ന മണ്ണാണ്. അത്തരം നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി, നരേന്ദ്രമോദിയുമായി അത്രയും അടുപ്പം ആത്മബന്ധവുമുള്ള ഒരാൾ എന്നുള്ള ആ ഒരു പ്രതിച്ഛായ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തും ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം വിജയിച്ച് കയറുവാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അപ്രകാരം അദ്ദേഹം ഈ സാഹചര്യങ്ങളെല്ലാം മേക്ക് യൂസ് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം വിജയിച്ചാൽ, ആ വിജയിക്കുമെന്ന് നമുക്ക് അത്യാവശ്യം ഉറപ്പിച്ച് പറയുവാൻ, അല്ലെങ്കിൽ ഇവർക്കൊരു അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ഇവർ പറയുവാൻ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം. 23 മണ്ഡലങ്ങളിൽ 17 തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 17 മണ്ഡലങ്ങളും BJPയുടെ കൗൺസിലേഴ്സാണ് വിജയിച്ച് കയറിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഏതാണ്ട് 6,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നിലവിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന 17 വാർഡുകളുടെ കാര്യം എടുത്താൽ പോലും ഉള്ളത്. പക്ഷേ അവിടെ സുനിൽ സത്യയുടെ കാര്യം, രാജീവ് ചന്ദ്രശേഖരൻ പാർട്ടിയിൽ നിന്ന് വന്ന ഒരാളല്ല, ഒരു BJP കേഡറല്ല. അദ്ദേഹത്തിന് ശത്രുക്കൾ നിരവധിയുണ്ട് പാർട്ടിക്കകത്തിന്. പഴയ സുരേന്ദ്രൻ പക്ഷം ഇപ്പോഴും സജീവമായി നിൽപ്പുണ്ട്. BJP കേഡർമാർക്കിടയിലും BJP അനുകൂലികൾക്കിടയിലും അദ്ദേഹത്തിന് പ്രവർത്തിച്ചുള്ളൊരു പാരമ്പര്യം കുറവാണ്. അദ്ദേഹം ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ BJPയിലെ ഗ്രൂപ്പിസം തീർച്ചയായിട്ടും വർദ്ധിക്കില്ലേ? അന്നേരം തീർച്ചയായിട്ടും അപ്രകാരം ഒരു ഗ്രൂപ്പിസം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇദ്ദേഹം ഈ നിലവിലുള്ള ഇവിടെയുള്ള നേതാക്കന്മാരെക്കാളെല്ലാം ഇദ്ദേഹത്തിന് 2 കാര്യങ്ങൾ കൂടുതലുണ്ട്. ഒന്ന്, ഈസ് ആൻ ഇന്റലിജന്റ് മാൻ. 2, മണി പവർ. ഈ 2ഉം ഇദ്ദേഹത്തിനുണ്ട്. ഒരു പ്രൊഫഷണലാണ്, ഇദ്ദേഹം പ്രൊഫഷണലുമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C
കൃത്യമായ പ്ലാൻ, അദ്ദേഹത്തിന്റെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഇദ്ദേഹത്തിന്റെ സ്വന്തം അണികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടായാൽ അത് അറിയാനുള്ളൊരു മെക്കാനിസം ഇദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഇദ്ദേഹത്തിന്റെ ലാക്ക് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് ആയിട്ടല്ല. സാധാരണ ഇവരുടെയുള്ള ലോക്കൽ നേതാക്കന്മാർ പറയുന്ന പോലെയുള്ള തരത്തിലേക്കുള്ള ഒരു ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറയാൻ അറിയത്തില്ല. ഇടപെടാൻ വരുമ്പോൾ ആ ഒരു മസിൽ പിടുത്തമുള്ളപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ആ ഒരു ചെറിയൊരു ഇൻഫീരിയോറിറ്റി, എന്റെ മലയാളം ശരിയല്ല എന്നുണ്ട്. അന്നേരം ഇതിനെ ഒരു മസിൽ പിടുത്തമോ ധാർഷ്ട്യമോ ഒക്കെ ആയി ചിലരെങ്കിലും വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇദ്ദേഹം വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു MLA ആയി ഒതുങ്ങിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു MLAക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമെങ്കിൽ പോലും ഔട്ട് ഓഫ് ദ വേ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നിയമത്ത് നിലവിൽ ഈ പറയുന്ന പോലെ റോഡുകൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സ്കൂളുകളിൽ നല്ല സംവിധാനം, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനെ വേറൊരു തലത്തിലേക്ക്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി വമ്പൻ പദ്ധതികൾ ഇവരിപ്പോൾ എയിംസ് കൊണ്ടുവരാൻ വരുമെന്ന് പറയുന്നു. അന്നേരം അതുപോലെയുള്ള എയിംസ് അത് വരും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലുള്ള ശരിക്ക് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വൗ ഫാക്ടർ ഉണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു വലിയ പദ്ധതികൾ അവിടെ കൊണ്ടുവരുവാനായിട്ടുള്ള സാധ്യതകളുണ്ടാവും. അതുമാത്രമല്ല, ആ നൽകുന്ന ഊർജം വെച്ച് വരുന്ന 5 വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തിയായി തന്നെ ഇവർക്ക് മാറാൻ പറ്റാവുന്ന ഒരു ഫ്യൂവലായി മാറും ഇദ്ദേഹത്തിന്റെ. പിന്നെ തിരുവനന്തപുരത്ത് നഗരസഭാ ഭരണം അദ്ദേഹത്തിന്റെ കീഴിലാണ്. അതെ, അന്നേരം ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ ദൗർബല്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ടീം നോക്കുക. അനൂപ് ആന്റണി അടക്കമുള്ള പ്രൊഫഷണൽസിനാണ് അദ്ദേഹം. ആകെ ഉള്ളത് സുരേഷ് മാത്രമാണ് പാരമ്പര്യമുള്ളത്. ബാക്കി മുഴുവൻ പേരെയും അദ്ദേഹം അകറ്റി നിർത്തിയിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ട്. ഒരു RSS കേഡറോ അല്ലെങ്കിൽ BJPയുടെ സജീവമായിട്ടുള്ളൊരു പ്രവർത്തകനായി ഉയർന്നു വന്ന ഒരാളല്ല. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് പ്രതികൂലമായി വോട്ടുകൾ ചോർന്നു പോകാനുള്ള സാധ്യത ഏറെയല്ലേ? 2 കാര്യങ്ങൾ. ഒന്ന്, നിലവിലെ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഇവർക്കും അറിയാം ഇവർക്കൊരു ഐഡന്റിറ്റി, അതായത് ഒരു നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഇത്രത്തോളം അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ ഇവർക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇനി അത് എല്ലാവരെയും, അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ മാത്രമല്ല ഓരോ പദവികൾ വഹിക്കുന്നവരെയും അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നൊരു ഉത്തമ ബോധ്യവും, ഇത് കൃത്യമായി ഒരു പണി കൊടുത്താൽ അത് പണിതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സുസജ്ജമായ ഒരു സംവിധാനവും ഒരു മാർക്കറ്റ് ഇന്റലിജൻസും എല്ലാം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം അവർ ഡെയറിംഗ് ആയിട്ട് പഴയ പോലെ കടന്ന് കളിക്കാൻ സാധ്യമല്ല. അത് മാത്രമല്ല, ഒരു വിജയം ഉണ്ടായാൽ ആ വിജയത്തിന്റെ പങ്കാളികൾ തങ്ങളെല്ലാം ആകും. അതായത് ഇതിനകത്ത് അദ്ദേഹം അത്രത്തോളം ഒരു ടണൽ വിഷനുള്ള ഈ പാരമ്പര്യവും കാര്യങ്ങളിലും ഒന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. കപ്പാസിറ്റിയിലും കാലിബറിലുമാണ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ് അവർ ഈ അണികളെയും കേഡറുകളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആരെയെങ്കിലും ആണെങ്കിലും തപ്പിയാണെങ്കിലും അവരുടെ കൂടെ മിടുക്കരായ ഒരു സ്ഥാനാർത്ഥിയെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള ഘടകകക്ഷികളെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നത്. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അത്രത്തോളം ഒരു ടണൽ വിഷനുള്ള ആളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവിടെ അദ്ദേഹം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മഞ്ചേശ്വരത്ത് അത് വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. തീർച്ചയായും ഇദ്ദേഹത്തിന് വേണേൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് വേണേൽ അത് മാറ്റി ഒരു പരാജയ സാധ്യതയുള്ള ഏതെങ്കിലും വല്ല പത്തനംതിട്ടയിൽ ഇദ്ദേഹം സ്ഥിരം തോക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ പാലക്കാട് മണ്ഡലം പോലും സുരേന്ദ്രനെ പരിഗണിക്കാതെ ഇല്ലേ? അതെ, അദ്ദേഹത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള ഒരു തട്ടകത്തിൽ അദ്ദേഹത്തെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒരു ടണൽ വിഷനുള്ള ആളല്ല, ഹൈലി ഒബ്ജക്റ്റീവ് ആണെന്നൊരു സന്ദേശം കൂടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് അവർ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ അവർ നിർബന്ധിതരാകും. അതല്ലെങ്കിൽ ഫൗള് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. അന്നേരം എന്തുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു വിജയമുണ്ടായാൽ അത് അദ്ദേഹത്തിനുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ വിജയമല്ല, പാർട്ടിയുടെ ഒരു വലിയൊരു വിജയവുമാണ്. അത് വലിയൊരു തിരിച്ചുവരവാണ്. ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഇല്ലേ? അതെ, കേരളത്തിൽ BJP അപ്രാപ്യമാണ് എന്നുള്ള ആ ഒരു പരമ്പരാഗത സങ്കല്പം വീണ്ടും ആ മൈൻഡ് സെറ്റ് പൊളിച്ച് എഴുതി ഒരു വലിയൊരു ലീപ്പ് ഫോർവേഡ് മുന്നോട്ടുള്ള ഒരു കുതിപ്പിനുള്ള ഒരു ഫ്യൂവലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇദ്ദേഹം പരാജയപ്പെട്ടാൽ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്താണ്? പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയാണ്. അതായത് ദേശീയ നേതൃത്വത്തിൻ്റെ
കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് BJP അണികൾ അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ടീം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അനൂപ് ആന്റണിയെ പോലുള്ള പ്രൊഫഷണൽസിനെയാണ്. അദ്ദേഹം പരമ്പരാഗതമായ ഒരു BJP നേതാവിനെ കൂടെ കൂട്ടിയിട്ടുള്ളത് സുരേഷിനെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയപ്പെട്ടാൽ പതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിലെ ശത്രുക്കൾക്ക് ശക്തികൾക്ക് അദ്ദേഹത്തിനെതിരായി ആഞ്ഞടിക്കാനുള്ള ഒരു അവസരമാണ് തീർച്ചയായും സൃഷ്ടിക്കുക. അതിനെ രാജീവിന് എത്രത്തോളം രാഷ്ട്രീയമായി അതിജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ. അതുപോലൊരു പിൻവാങ്ങൽ സാധ്യതയുണ്ടോ? ഇനി രാജീവ് ചന്ദ്രനെ സംബന്ധിച്ച് അവരുടെ ഒരു രീതി പരിശോധിച്ചാൽ BJP വളരെ സ്ലോയിൽ വളരുന്ന ഒരു പാർട്ടിയാണ്. അവർ കാത്തിരിക്കാൻ തയ്യാറാണ്. രാജഗോപാലിൻ്റെ ഉദാഹരണം, 2 MP-മാരിൽ നിന്നാണ് അവർ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് BJP ദേശീയ തലത്തിൽ വളർന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തിരിച്ചടി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു പുത്തരിയല്ല. തിരിച്ചടി ഉണ്ടെങ്കിലും അവർ കാത്തിരുന്ന് വീണ്ടും വീണ്ടും ശ്രമിച്ച് വിജയിക്കുന്നത് വരെ ശ്രമിക്കുന്ന ഒരു ശീലമാണ് അവരുടേത്. നമ്മൾ അത് ദേശീയ തലത്തിൽ കാണാം, രാജഗോപാലിൻ്റെ കാര്യത്തിൽ കാണാം. വീണ്ടും വീണ്ടും തോറ്റു കഴിഞ്ഞാലും പിന്മാറാതെ ജയിക്കുന്നത് വരെ മത്സരിക്കുക എന്നുള്ളതാണ് BJPയുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു കാര്യം, 2016 BJP ആദ്യമായി അക്കൗണ്ട് തുടങ്ങിയ മണ്ഡലമാണ് നേമം. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിക്കും എന്നുള്ളത്. ഇത്തവണ അതിനുള്ള സാധ്യത പൂട്ടിക്കുമോ? തീർച്ചയായും നമുക്ക് 2016 ആവർത്തിക്കുവാനുള്ള സകല സാധ്യതകളുമാണ് നമുക്ക് നേമത്ത് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പം നേമത്ത് O രാജഗോപാലിന് അന്ന് 47.6% വോട്ടുകളോടെ അദ്ദേഹത്തിന് വിജയിക്കുവാൻ സാധിച്ചു. അതുപോലെ 2ാം സ്ഥാനത്ത് വന്ന ശിവൻകുട്ടിക്ക് 41.39% വോട്ടുകൾ നേടാനായി. UDFിൻ്റെ ഘടകകക്ഷിയായ വി സുരേന്ദ്രൻ പിള്ളയെ അന്ന് നേർച്ചക്കോഴിയാക്കി ഇട്ട് കൊടുത്തു. ഇത്തവണയും ശബരിനാഥൻ എന്ന് പറയുന്ന നേർച്ചക്കോഴിയെ അവർ ഇട്ട് കൊടുത്തു. അന്ന് വെറും 10% താഴെ 9.7% വോട്ടുകൾ മാത്രമാണ് 2016 ഇവർക്ക് നേടുവാൻ സാധിച്ചത്. അതിനുശേഷം കെ മുരളീധരൻ വന്നിട്ട് പോലും 25% വോട്ടുകളെ അവർക്ക് നേടാൻ സാധിച്ചുള്ളൂ. അന്നേരം ഇത്തവണ എന്ന് പറയുന്നത് വർദ്ധിത വീര്യത്തോടെയാണ് BJP നിൽക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കി ഭരണം ഉറപ്പിച്ച് അവരുടെ മേയറെ വെച്ച് വളരെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അവർ ഭരണം നടത്തുന്ന അട്ടിമറി വിജയം അവർ നേടിയ ആ ആവേശത്തിലും ആ വൈബും നിലനിൽക്കുന്ന സമയത്താണ് വിശ്വാസം നിൽക്കുന്നു. 17 മണ്ഡലങ്ങളിലും ആകെ നിലവിലുള്ള 23 വാർഡുകളിൽ 17 വാർഡുകളിലും തമ്പിങ് ഭൂരിപക്ഷത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം UDFിനും അറിയാമേ. ഈ സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ കൂടുതൽ ചരിത്രങ്ങളൊന്നും പരിശോധിക്കാൻ പോയില്ലെങ്കിൽ പോലും കഴിഞ്ഞ 10 കൊല്ലത്തെ ആ രാഷ്ട്രീയ ഗതികൾ അവരൊന്ന് പ്രാഥമികമായി ചായ കുടിക്കുമ്പോഴെങ്കിലും അവരൊന്ന് ചർച്ച ചെയ്തതെങ്കിൽ യാതൊരു കാരണവശാലും ശബരിനാഥനെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റ് അദ്ദേഹം മോശമൊന്നല്ല. കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 2 സൈഡിൽ നിൽക്കുന്ന ആരാ? ഒന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള അവരുടെ സംസ്ഥാന അധ്യക്ഷൻ, മറ്റേടത്ത് മന്ത്രിയായിട്ടുള്ള കഴിഞ്ഞ 10 കൊല്ലം 2011-ലും 2021-ലും അവിടെ മത്സരിച്ച് വിജയിച്ച ജനകീയനായ പതിറ്റാണ്ടുകൾ ഈ നഗരത്തിന്റെ തന്നെ ഒരു പാർട്ടായ ഒരു ഇൻട്രഡക്ഷന്റെയും ആവശ്യമില്ലാത്ത ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശബരിനാഥനെ പോലെയുള്ള ഒരു വളരെ താരതമ്യേന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കാര്യമായ എക്സ്പോഷർ ഇല്ലാത്ത കാർത്തികേയൻ്റെ മകൻ എന്ന ലേവലും മാത്രമുള്ള രാഷ്ട്രീയ രംഗത്ത് UDFിലോ കോൺഗ്രസിലോ യാതൊരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്രയോ ഒരു കോൺട്രിബ്യൂഷനോ നടത്താത്ത ഒരു സാധാരണക്കാരനെ ഒരു ഏറ്റവും വീക്കായിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെ ഇട്ടുകൊടുക്കുമ്പോൾ 2016 ഇവിടെ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അന്നേരം യഥാർത്ഥത്തിൽ ഡീൽ എന്ന് ഇവർ പറയുന്നത് നമുക്ക് സംശയിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ഡീൽ ഉണ്ടെന്നതിന് എന്ത് തെളിവാണ്
തീർച്ചയായും അത്രയും തന്നെ നമുക്ക് ഈ ചർച്ച ചുരുക്കാൻ തോന്നുന്നു അല്ലേ? അതെ. അന്നേരം എങ്ങനെയാണ് അതിൻ്റെ ഒരു ടോട്ടൽ പിക്ചർ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നത്? നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയാവുന്ന വസ്തുതകൾ എന്ന് പറയുന്നത്, നേമത്ത് യഥാർത്ഥത്തിൽ ത്രികോണ മത്സരമല്ല ഉള്ളത്. അവിടെ മത്സരം നടക്കുന്നത് BJPയും LDFും തമ്മിലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും കോമ്പീറ്റ് ചെയ്യുവാൻ UDF സ്ഥാനാർത്ഥിയായ ശബരിനാഥൻ അശക്തനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന കാർത്തികേയന്റെ മകൻ എന്നുള്ള ഇമേജ്, സ്നേഹവാത്സല്യങ്ങളുണ്ട്, ഒരു പക്ഷേ ജൻസി വോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഈ രണ്ടുപേരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള യഥാർത്ഥത്തിൽ വാശിയേറിയ മത്സരം നടക്കുന്നത് LDFും BJPയും തമ്മിലാണ്. അവിടെ UDF ഒരു ശക്തനായ ഒരു മത്സരാർത്ഥി പോലുമല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അതെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.